ഹരേ കൃഷ്ണ. കുംഭകർണനെ ശ്രീരാമൻ വധിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. വാനരന്മാരെ പാദങ്ങൾ കൊണ്ട് തൊഴിക്കുന്നത് കണ്ട് ശ്രീരാമൻ അവൻ്റെ പാദങ്ങൾ വറുത്ത് കളഞ്ഞു. പിന്നെ വാഗുണ്ടായി അവൻ്റെ ആക്രമണം. കണ്ണിൽ കണ്ട വാനരന്മാരെ മുഴുവൻ അവൻ വായ്ക്കുള്ളിലാക്കി. വാനര സൈന്യത്തിൻ്റെ നാശം കണ്ട് കോപിഷ്ഠനായി തീർന്ന ശ്രീരാമൻ ഐന്ദ്രാസ്ത്രം ഉപയോഗിച്ചു അവൻ്റെ ശിരസ് ഛേദിച്ചു. അതോടെ കുംഭകർണൻ്റെ കഥ കഴിഞ്ഞു. കുംഭകർണൻ്റെ മരണവാർത്ത കേട്ട രാവണൻ ബോധശൂന്യനായി നിലംപതിച്ചു. രാവണൻ്റെ മക്കളും ലങ്കാവാസികളും കുംഭകർണൻ്റെ വേർപാടിൽ ദുഃഖിതരായി തീർന്നു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടതോർത്ത് രാവണൻ വിലപിച്ചു. എനിക്ക് ഏറ്റവും വലിയ പിൻബലം നൽകിയിരുന്നത് കുംഭകർണനാണ്. നീയായിരുന്നല്ലോ പൊന്നനുജ. നിന്റെ വേർപാട് ഞാൻ എങ്ങനെ താങ്ങും? എന്തൊക്കെ ദുഃഖങ്ങളാണ് നിത്യവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്നെ നിദ്രയിൽ നിന്നും വിളിച്ചുണർത്തി വിട്ടത് നിന്റെ അന്ത്യം കാണാനായിരുന്നുവോ? നീയില്ലാത്ത ഈ ലങ്ക എനിക്കെന്തിനാണ്? എന്നെ രക്ഷിക്കാൻ ആരുമില്ലാതെ പോയല്ലോ. ഇങ്ങനെ പലതും പറഞ്ഞു രാവണൻ വിലപിച്ചു. അത്രയ്ക്കായിരുന്നു കുംഭകർണൻ്റെ വേർപാട് രാക്ഷസരാജനെ തളർത്തിയിരുന്നത്. അച്ഛൻ്റെ താങ്ങാനാവാത്ത ദുഃഖം കണ്ട പുത്രൻ തൃശിരസ് പിതാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പിതാശ്രീ, അങ്ങയെപ്പോലെ വീറും കരുത്തുമുള്ള ഒരാൾ തളരാൻ പാടില്ല. ഏത് കാര്യത്തിനും അച്ഛനെ സഹായിക്കാൻ ഞങ്ങളില്ലേ? ചെറിയച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരോട് ഞങ്ങൾ പകരം ചോദിച്ചു കൊള്ളാം. അച്ഛൻ്റെ കൽപ്പനയ്ക്കായിട്ടാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അങ്ങ് ഒന്ന് മൂളുകയേ വേണ്ടൂ. ഞങ്ങൾ ശത്രുനാശം ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ അനുവദിച്ചാലും. പുത്രൻ്റെ വാക്ക് കേട്ട് രാവണന് തെല്ലാശ്വാസം നൽകി. പിന്നെ രാവണൻ ചിന്തിച്ചിരുന്നില്ല. യുദ്ധത്തിന് പോകാൻ മക്കൾക്ക് അനുവാദം നൽകി. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് രാവണൻ മക്കളെ ആശ്ലേഷിച്ച് തിലകം ചാർത്തി അനുഗ്രഹിച്ചയച്ചു. രാവണപുത്രന്മാർ ഉത്തമന്മാരായ സൈന്യങ്ങളുമായി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. രാവണപുത്രന്മാർ ശ്രീരാമലക്ഷ്മണ സൈന്യങ്ങളുമായി ഏറ്റുമുട്ടി. ആ യുദ്ധം ദിവസങ്ങളോളം നീണ്ടുനിന്നു. ഇരു വിഭാഗക്കാർക്കും തോൽവി സംഭവിച്ചില്ല. അങ്കദനുമായിട്ടായിരുന്നു അവരുടെ മത്സരം. അങ്കദൻ 1-2 പുത്രന്മാരെ വകവരുത്തിക്കൊണ്ട് മുന്നേറി. കുപിതരായ രാക്ഷസ നന്ദനന്മാർ വാനര സൈന്യങ്ങളെയും വകവരുത്തി. വാനര സൈന്യം ഒന്നിനൊന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇനിയും യുദ്ധം അധികം നീട്ടിക്കൊണ്ടു പോകുന്നത് അപകടമാണെന്ന് അങ്കദൻ മനസ്സിലാക്കി. ഹനുമാൻ, നീലൻ തുടങ്ങിയ വാനരന്മാർ വളരെ ഉത്സാഹത്തോടെ യുദ്ധം തുടങ്ങി. ഹരേ കൃഷ്ണ.